നമസ്കാരം. സിറ്റിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ EM അഗസ്തിയുടെ പരാജയം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസക്തി ഒട്ടും കുറയുന്നില്ലെന്നും ഇടുക്കിയിൽ കോൺഗ്രസ് വളർത്തിയ ഒരാളാണ് EM അഗസ്തിയെന്നും കട്ടപ്പന ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും കൗൺസിലറുമായി തിരഞ്ഞെടുക്കപ്പെട്ട തോമസ് മൈക്കിൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ യൂത്ത് കോൺഗ്രസ് മികച്ച നേട്ടമാണ് കൊയ്തത്. അംഗത്തിനിറങ്ങിയ യൂത്ത് കോൺഗ്രസിലെ പ്രമുഖരെല്ലാം വിജയിച്ചു കയറി. മിക്ക മേഖലകളിലും ഇടതിന്റെ സിറ്റിംഗ് സീറ്റുകളാണ് യുവരക്തത്തിലൂടെ വലതുചേരിയിലെത്തിയത്. ഡിസംബറിൽ തണുത്തു വിറച്ച തെക്കിന്റെ കാശ്മീർ. ഡിസംബർ പകുതിയെത്തിയതോടെ മൂന്നാറിൽ അതിശൈത്യവും ആരംഭിച്ചു. ഇന്നലെ 3 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു മൂന്നാറിലെ താപനില. സഞ്ചാരികളുടെ വരവ് വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിൽ വിനോദസഞ്ചാര മേഖല. ഇടുക്കി രാജകുമാരിയിൽ വൃദ്ധയെ കെട്ടിയിട്ട പണവും സ്വർണവും മോഷ്ടിച്ചു. ഇടമറ്റം പാലക്കുന്നിൽ ടോമിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. ടോമിയുടെ അമ്മ മറിയക്കുട്ടി മാത്രമുള്ളപ്പോഴാണ് സംഭവം. രാജാക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ EM അഗസ്തിയുടെ പരാജയം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസക്തിയൊട്ടും കുറയുന്നില്ലെന്നും ഇടുക്കിയിൽ കോൺഗ്രസ് വളർത്തിയ ഒരാളാണ് EM അഗസ്തിയെന്നും കട്ടപ്പന ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും കൗൺസിലറുമായി തിരഞ്ഞെടുക്കപ്പെട്ട തോമസ് മൈക്കിൾ. കട്ടപ്പന മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണുമായി പരിഗണിക്കുന്നതിൽ മുന്തിയ പരിഗണന ഉള്ളതും തോമസ് മൈക്കിളിനാണ്. ഷിനു ഫിലിപ്പ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നമസ്കാരം. നമ്മളോടൊപ്പം ഇന്നുള്ളത് കട്ടപ്പന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലറുമായിരിക്കുന്ന ശ്രീ തോമസ് മൈക്കിളാണ്. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ വീണ്ടും UDF അധികാരത്തിൽ വന്നിരിക്കുകയാണ്. ഏറെ പ്രതിസന്ധികൾക്കിടയിലും UDF അധികാരത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ചില പരാജയങ്ങൾ ചർച്ചയാകുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസിൻ്റെ AICC മെമ്പറും മുൻ MLAയുമായിരുന്ന അഡ്വക്കേറ്റ് EM അഗസ്തിയുടെ പരാജയമാണ്. ആ പരാജയം ഓൾറെഡി കോൺഗ്രസിനെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് എന്താണ് ബ്ലോക്ക് പ്രസിഡന്റ് എന്ന് സംസാരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ പരാജയം പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു തീരാനഷ്ടം തന്നെയാണ്. എങ്കിൽ പോലും EM അഗസ്തി എന്ന വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹമാണ് ഇടുക്കി ജില്ലയിൽ കോൺഗ്രസ് ഉണ്ടാക്കിയ ആൾ. കോൺഗ്രസിന് ഇത്രയും ഒരു ബേസ് ഈ ജില്ലയിൽ ഉണ്ടാക്കി കൊടുത്ത നേതാവ് EM അഗസ്തി മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ സംഭാവന മാത്രമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസക്തി എന്ന് പറയുന്നത് ഒരിക്കലും കുറയുന്നില്ല. രാഷ്ട്രീയ പ്രസക്തി വർദ്ധിച്ചേ വരത്തുള്ളൂ. ഇപ്പോഴും എപ്പോഴാണെങ്കിൽ പോലും ഈ ജില്ലയിൽ പാർട്ടിക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ അതിൻ്റെ ഒരു അവസാന വാക്ക് എന്ന് പറയുന്നത് EM അഗസ്തിയാണ്. അതിന് ആ കാര്യത്തിലൊരു വ്യത്യാസമില്ല. വാർഡിൽ പരാജയപ്പെട്ടു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണെങ്കിൽ പോലും രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകളും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കും ഏറെ ശ്രദ്ധയോടുകൂടിയാണ് ഈ DCCയിലെ നേതൃത്വം അദ്ദേഹത്തിന് കാതോർക്കുന്നത്. അതിന് ഒരു മാറ്റം ഉണ്ടാകത്തില്ല. അതോടൊപ്പം തന്നെയുള്ളൊരു പരാജയമാണ് സിജു ചക്കമൂടൻ. അവിടെ എൻ്റെ അറിഞ്ഞ UDFൻ്റെ 2 സ്ഥാനാർത്ഥികൾ നിലവിലുണ്ടായിരുന്നു. അത് തക്ക സമയത്ത് പിൻവലിക്കാതിരുന്ന നേതൃത്വത്തിലുണ്ടായൊരു പരാജയമാണോ? എന്താണ് അതിനെ സംബന്ധിച്ചും പറയാനുള്ളത്? അതും ജനങ്ങൾ കാതോർത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആദ്യമേ തന്നെ സ്വയം പ്രഖ്യാപിതമായി അങ്ങ് ഇറങ്ങുകയാണ് ചെയ്തത്. പിന്നീട് അദ്ദേഹത്തോട് പലതവണ കോൺഗ്രസ് നേതൃത്വവും കേരള കോൺഗ്രസ് നേതൃത്വവും ഒക്കെ ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടും അദ്ദേഹം പിന്മാറാൻ തയ്യാറായില്ല. ശരിക്കും അവിടെ LDF സ്ഥാനാർത്ഥി ഒരു ബിനാമിയായി വന്ന ആളാണ്. ഒരു പർച്ചേസിങ് രീതിയിലാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും സീറ്റ് വാങ്ങിച്ച് മത്സരിച്ചത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ പരാജയപ്പെടുത്തി വിടേണ്ടത് രാഷ്ട്രീയമായി UDFൻ്റെ ഒരു ആവശ്യമായിരുന്നു. അതിന് പറ്റിയ ആൾ മണ്ഡലം പ്രസിഡന്റ് സിജു ആണ് എന്നുള്ള കാഴ്ചപ്പാടിലാണ് അദ്ദേഹത്തിനോട് മത്സരിക്കാനായിട്ട് തയ്യാറായത്. അപ്പോൾ UDF നേതൃത്വം പലതവണ ശ്രമിച്ചിട്ടും കോൺഗ്രസ് നേതൃത്വവും കേരള കോൺഗ്രസിൻ്റെ നേതൃത്വവും പലതവണ ശ്രമിച്ചിട്ടും കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നതിന് അദ്ദേഹം മാറുന്നതിനോ തയ്യാറായില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അത് അദ്ദേഹം മാറിയിരുന്നെങ്കിൽ ഉറപ്പായും സിജു ജയിക്കുമായിരുന്നു. കട്ടപ്പന മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനത്തേക്ക് ഏറെ സാധ്യത ഏറെ ഉയർന്നു കേൾക്കുന്ന പേരാണ് തോമസ് മൈക്കിളിനേത്. അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതിനെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, അങ്ങനെയൊന്നുമില്ല. അത് കോൺഗ്രസ് പാർട്ടിക്ക് ഈ കാര്യത്തിലൊരു വ്യക്തമായ ധാരണയുണ്ട്. അത് KPCCയുടെ ഗൈഡ് ലൈൻ DCCക്ക് കൊടുക്കും. DCC അതിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പരിശോധിച്ചതിന് ശേഷം DCC ഒരു തീരുമാനം അറിയിക്കും. ആ തീരുമാനമാണ് ചെയർമാൻ സ്ഥാനത്തേക്ക് വരുന്നത്. അല്ലാതെ നമുക്കങ്ങനെ വേറെ പറയാൻ പറ്റത്തില്ല. അപ്പോൾ തോമസ് മൈക്കിൾ എല്ലാവിധ ആശംസകളും നേരുകയാണ്. കട്ടപ്പന നിന്നും ക്യാമറമാൻ ഷിജോ ഫിലിപ്പുറം, റിപ്പോർട്ടർ ഷിനു ഫിൽ, കട്ടപ്പന. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ യൂത്ത് കോൺഗ്രസ് മികച്ച നേട്ടമാണ് കൊയ്തത്. അംഗത്തിനിറങ്ങിയ യൂത്ത് കോൺഗ്രസിലെ പ്രമുഖരെല്ലാം വിജയിച്ചു കയറി. മിക്ക മേഖലകളിലും ഇടതിന്റെ സിറ്റിംഗ് സീറ്റുകളാണ് യുവരക്തത്തിലൂടെ വലതുചേരിയിൽ എത്തിയത്.
യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അരയ്ക്കപ്പറമ്പിൽ, വൈസ് പ്രസിഡന്റ് ടോണി തോമസ്, സംസ്ഥാന സെക്രട്ടറി ജോമോൻ പുഷ്പകണ്ഠം, മാത്യു കെ ജോൺ, ജോബിൻ മാത്യു ഐമനം തുടങ്ങിയ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ എല്ലാം വിജയം കൊയ്തെടുത്തു. UDF ഇത്തവണ തദ്ദേശപ്പോരിനൊരുങ്ങിയപ്പോൾ യൂത്ത് കോൺഗ്രസിന് മുൻപെങ്ങും ലഭിക്കാത്ത പരിഗണനയാണ് നൽകിയതെന്നാണ് യുവജന പ്രസ്ഥാനത്തിന്റെ വിലയിരുത്തൽ. ഇടുക്കിയിലെ കോൺഗ്രസ് നേതൃത്വത്തോട് യൂത്ത് കോൺഗ്രസിന്റെ ഒരു കടപ്പാടുകൂടി അറിയിക്കുകയാണ്. കാരണം മുന്നെങ്ങും കിട്ടാത്ത ഒരു വലിയ പരിഗണനയാണ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് നേതാക്കന്മാർക്കും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ നൽകുകയുണ്ടായി. ആ സീറ്റുകളെല്ലാം ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്നും തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ശക്തമായ പോരാട്ടങ്ങൾ നേടിയെടുക്കുവാനും നയിക്കുവാനും നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ജില്ലാ ഡിവിഷൻ 14 മത്സരിച്ച് വിജയിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ടോണി ഇടതുകോട്ട പിടിച്ചെടുത്താണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തിരഞ്ഞെടുപ്പിൽ താരങ്ങളായി മാറിയത്. ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അരയ്ക്കപ്പറമ്പിൽ ജില്ലാ പഞ്ചായത്ത് പൈനാവ് ഡിവിഷനിൽ നിന്നും വൈസ് പ്രസിഡന്റ് ടോണി തോമസ് ഉപ്പുതര ഡിവിഷനിൽ നിന്നുമാണ് വിജയിച്ചത്. ഇരു ഡിവിഷനുകളും ഇടത് സിറ്റിംഗ് സീറ്റുകളായിരുന്നു. നെടുങ്കണ്ടം പഞ്ചായത്തിലെ പുഷ്പകണ്ഠം വാർഡിൽ നിന്നും വിജയിച്ച ജോമോൻ പുഷ്പകണ്ഠത്തിലൂടെ ഈ വാർഡ് ആദ്യമായി കോൺഗ്രസ് പക്ഷത്തെത്തി. നെടുങ്കണ്ടം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജോമോനും കാമക്ഷി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജോബിൻ മാത്യുവും പരിഗണനയിലുണ്ട്. സിറ്റി വിഷൻ നെടുങ്കണ്ടം. ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ UDFന് വൻ മുന്നേറ്റമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിഞ്ഞതെന്ന KPCC മീഡിയ വക്താവ് സേനാപതി വേണു. അടുത്ത തവണ ഉടുമ്പൻചോല മണ്ഡലം UDFന് പിടിച്ചെടുക്കാൻ പറ്റുന്ന നിലയിലാണെന്നും വണ്ടൻമേട് പുറ്റടിയിൽ അദ്ദേഹം പറഞ്ഞു. CPMന് വലിയ സ്വാധീനമുള്ള രാജാക്കാട് മേഖലയിലും ഉടുമ്പൻചോല മണ്ഡലത്തിലെ മറ്റു പ്രദേശങ്ങളിലും 10 പഞ്ചായത്തുകളുണ്ടായിരുന്നതിൽ ഒന്നിൽ പോലും UDFന് ഭരണം ഉണ്ടായിരുന്നില്ല. ഇത്തവണ 6 പഞ്ചായത്തുകൾ നേടാൻ കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമാണ് UDFന് കാഴ്ചവെക്കാൻ കഴിയുന്നതെന്നും സേനാപതി വേണു പറഞ്ഞു. CPMന്റെ പ്രമുഖരായിട്ടുള്ള ഒട്ടനവധി നേതാക്കൾ, രാജാക്കാട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ CPMന്റെ ഒരു മക്കയാണ്. ഞങ്ങൾ 3 പതിറ്റാണ്ട് കാലം നീണ്ടുനിന്ന ഞങ്ങളുടെ തീവ്രമായ ഒരു പോരാട്ടം, ആ പോരാട്ടം വലിയ വിജയത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. രാജാക്കാട് പഞ്ചായത്ത് സമൂലം ഐക്യജനാധിപത്യ മുന്നണിയുടെ കയ്യിൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. അപ്പോൾ 10 ഗ്രാമപഞ്ചായത്തുകളിൽ ഞങ്ങളിപ്പോൾ 6 എണ്ണത്തിൽ ഒരെണ്ണം 5 എണ്ണം പൂർണ്ണമായും ഒരെണ്ണം പകുതിയും എത്തിയിരിക്കുന്നു. ഇനി ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സ്ഥിതിയാണെങ്കിലും ജില്ലാ പഞ്ചായത്തിൻ്റെ സ്ഥിതിയാണെങ്കിലും മൊത്തത്തിലുള്ള വോട്ടുകളുടെ എണ്ണം പരിശോധിച്ചാലും ഉടുമ്പൻചോല അസംബ്ലി നിയോജകമണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ഏതാണ്ട് 1500 വോട്ട്, മൊത്തം പോൾ ചെയ്ത വോട്ടുകൾ ഇടതുമുന്നണിക്ക് ലഭിച്ചതും ഐക്യമുന്നണിക്ക് ലഭിച്ചതും UDFന് ലഭിച്ചതും പരിശോധിച്ചാൽ 1500 വോട്ടുകളുടെ ഭൂരിപക്ഷം ഇപ്പോൾ തന്നെ ഞങ്ങൾക്കുണ്ടായിരിക്കും. CPM ഭരിച്ചിരുന്ന മിക്ക പഞ്ചായത്തുകളും UDFന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞുവെന്നും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉടുമ്പൻചോല മണ്ഡലം UDFന് നേടാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. വണ്ടൻമേട് പഞ്ചായത്തിലെ കോൺഗ്രസ് നേതൃത്വ സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു KPCC മീഡിയ വക്താവ് സേനാപതി വേണു. സിറ്റി വിഷൻ കുമളി. കൂറുമാറ്റം കൊണ്ട് സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധയാകർഷിച്ച മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയിട്ടുള്ളത്. 20ൽ 14 വാർഡിലും വിജയിച്ചാണ് കോൺഗ്രസ് മൂന്നാറിൽ ഭരണം പിടിച്ചത്. കഴിഞ്ഞ തവണ രാഷ്ട്രീയ നാടകങ്ങൾ തുടർക്കഥയായ പഞ്ചായത്തായിരുന്നു മൂന്നാർ. കൂറുമാറ്റങ്ങൾ കൊണ്ട് സംസ്ഥാനത്ത് തന്നെ ഏറെ ചർച്ചയായ പഞ്ചായത്താണ് മൂന്നാർ പഞ്ചായത്ത്. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസും LDFും മൂന്നാർ പഞ്ചായത്ത് മാറി മാറി ഭരിച്ചു. ഒടുവിൽ കോൺഗ്രസ് ആയിരുന്നു പഞ്ചായത്തിൽ ഭരണം കൈയാളിയിരുന്നത്. ഇത്തവണത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിലെ ഭരണം നിലനിർത്താനായത് കോൺഗ്രസിന് ആശ്വാസമായി. 20ൽ 14 വാർഡിലും വിജയിച്ചാണ് കോൺഗ്രസ് മൂന്നാറിൽ ഭരണം പിടിച്ചത്. കഴിഞ്ഞ തവണ 21 വാർഡുകളുണ്ടായിരുന്ന പഞ്ചായത്തിൽ 11 സീറ്റുകളുമായി കോൺഗ്രസ് ഭരണം നേടിയെങ്കിലും 2 അംഗങ്ങൾ കൂറുമാറി LDFനൊപ്പം ചേർന്നതോടെ കോൺഗ്രസിന് ഭരണം നഷ്ടമായി. പിന്നീടങ്ങോട്ട് കൂറുമാറ്റങ്ങളുടെ ഘോഷയാത്ര തന്നെ പഞ്ചായത്തിൽ നടന്നു. 5 വർഷത്തിനിടയിൽ 5 പ്രസിഡന്റുമാരും 4 വൈസ് പ്രസിഡന്റുമാരും പഞ്ചായത്തിൽ മാറി മാറി ഭരിച്ചു. ഈ തിരഞ്ഞെടുപ്പിൽ CPIക്കാണ് മൂന്നാർ പഞ്ചായത്തിൽ കനത്ത നഷ്ടം സംഭവിച്ചത്. കഴിഞ്ഞ തവണ 8 സീറ്റുകളുണ്ടായിരുന്ന സ്ഥാനത്ത് ഇത്തവണ മത്സരിച്ച 14 വാർഡുകളിൽ 4 സീറ്റുകളിൽ മാത്രമാണ് CPIക്ക് വിജയിക്കാനായത്. എന്നാൽ CPMന് കഴിഞ്ഞ തവണത്തെപ്പോലെ ഇത്തവണയും 2 സീറ്റുകൾ ലഭിച്ചു. സിറ്റി വിഷൻ മൂന്നാർ.
ഇനി ശരണമന്ത്രം. മണ്ഡലപൂജയ്ക്ക് ശബരിമല അയ്യപ്പസ്വാമിക്ക് ചാർത്തുവാനുള്ള തങ്ക അങ്കി വഹിച്ചുള്ള രഥഘോഷയാത്ര ഡിസംബർ 23 രാവിലെ 7-ന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. ഡിസംബർ 26 വൈകുന്നേരം ദീപാരാധനയ്ക്ക് മുൻപ് ശബരിമല സന്നിധാനത്ത് എത്തിച്ചേരും. ഡിസംബർ 23 രാവിലെ 5 മുതൽ 7 വരെ ആറന്മുള ക്ഷേത്രാങ്കണത്തിൽ തങ്ക അങ്കി പൊതുജനങ്ങൾക്ക് ദർശിക്കാൻ അവസരമുണ്ട്. തിരുവിതാംകൂർ മഹാരാജാവ് അയ്യപ്പസ്വാമിക്ക് മണ്ഡലപൂജയ്ക്ക് ചാർത്താനായി സമർപ്പിച്ചിട്ടുള്ളതാണ് തങ്ക അങ്കി. ശബരിമല സന്നിധാനത്തെ ഭക്തിസാന്ദ്രമാക്കി ഭക്തിഗാനസുധ. സംഗീത സംവിധായകൻ വൈക്കം രഞ്ജിത്തിന്റെ നേതൃത്വത്തിലാണ് ഭക്തിഗാനസുധ അരങ്ങേറിയത്. ശരണമന്ത്രങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന സന്നിധാനത്തെ ഭക്തിയിൽ അലിയിച്ച് സംഗീത സംവിധായകൻ വൈക്കം രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ അരങ്ങേറിയ ഭക്തിഗാനസുധ. ആത്മീയ ഉണർവ് പകർന്നു നൽകിയ ഭക്തിഗാനസുധയിൽ മല കയറിയെത്തിയ ഭക്തരും അലിഞ്ഞു ചേർന്നു. റതുൽ മോഹൻ, ബാലമുരളി നെടുമ്പുറം, ശ്രീകാന്ത് NS എന്നിവരാണ് ആലാപനം. ഓമനക്കുട്ടൻ പാണാവള്ളി, രഞ്ജിത്ത് ഗാന്ധർവ്, ഉമേഷ് സുധാകർ, ജഗദീഷ് കുമാർ, സുകേഷ് K ദിവാകർ എന്നിവരാണ് ഓർക്കസ്ട്ര കൈകാര്യം ചെയ്തത്. ഇത് 5ാം വർഷമാണ് ഗാന്ധർവ് മ്യൂസിക് സന്നിധാനത്ത് ഭക്തിഗാനസുധ അവതരിപ്പിക്കുന്നത്. സിറ്റി വിഷൻ, സന്നിധാനം. മനോഹര കാഴ്ചകളുമായി ബ്യൂട്ടി സ്പോട്ട്. ഡിസംബറിൽ തണുത്തുവിറച്ച തെക്കിന്റെ കാശ്മീർ. ഡിസംബർ പകുതിയെത്തിയതോടെ മൂന്നാറിൽ അതിശൈത്യവും ആരംഭിച്ചു. ഇന്നലെ 3 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു മൂന്നാറിലെ താപനില. ഈ സീസണിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനിലയാണിത്. തണുപ്പ് വർദ്ധിച്ചതോടെ മൂന്നാറിലേക്ക് സഞ്ചാരികളുടെ വരവ് വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് വിനോദസഞ്ചാര മേഖലയും. അതിശൈത്യം നേരത്തെ എത്തിയതോടെ മൂന്നാർ അടുത്ത ദിവസങ്ങളിൽ -ഡിഗ്രിയിലേക്ക് പോകുമെന്നാണ് സൂചന. ഈ വർഷത്തെ ഏറ്റവും കുറഞ്ഞ താപനിലയായ 3 ഡിഗ്രി സെൽഷ്യസ് ഇന്നലെയാണ് മൂന്നാറിൽ രേഖപ്പെടുത്തിയത്. മൂന്നാർ ടൗൺ, നല്ലതണ്ണി, തെന്മല, ചിറ്റുവര, ചെണ്ടുവര എസ്റ്റേറ്റിലെ ലോവർ ഡിവിഷൻ എന്നിവിടങ്ങളിലാണ് താപനില 3 ഡിഗ്രി സെൽഷ്യസിലെത്തിയത്. കഴിഞ്ഞ ദിവസം മൂന്നാറിൽ താപനില 6 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയിരുന്നു. രാത്രിയിൽ അതിശൈത്യം തുടരുമ്പോഴും പകൽ സമയത്ത് മൂന്നാറിലെ ചൂട് 22 ഡിഗ്രി സെൽഷ്യസ് ആണ്. ക്രിസ്തുമസ് പുതുവത്സര അവധി തുടങ്ങിയതോടെ മൂന്നാറിൽ തണുപ്പ് ആസ്വദിക്കാൻ എത്തുന്ന സഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചിട്ടുണ്ട്. ഇത് വിനോദസഞ്ചാര മേഖലയ്ക്കും വിനോദസഞ്ചാര മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്കും വലിയ പ്രതീക്ഷയാണ് പകർന്നു നൽകുന്നത്. സിറ്റി വിഷൻ, മൂന്നാർ. ഇടുക്കി രാജകുമാരിയിൽ വൃദ്ധയെ കെട്ടിയിട്ട പണവും സ്വർണവും മോഷ്ടിച്ചു. ഇടമറ്റം പാലക്കുന്നിൽ ടോമിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. ടോമിയുടെ അമ്മ മറിയക്കുട്ടി മാത്രമുള്ളപ്പോഴാണ് സംഭവം. രാജാക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. രാജകുമാരി പഞ്ചായത്തിലെ നടുമറ്റത്താണ് വൃദ്ധയെ കെട്ടിയിട്ട് സ്വർണവും പണവും അപഹരിച്ചത്. രാവിലെ ഏകദേശം 9 മണിയോടുകൂടിയാണ് മോഷണം നടന്നത്. കുടിക്കാനായി വെള്ളം ചോദിച്ചായിരുന്നു മോഷ്ടാക്കൾ വീട്ടിലെത്തിയത്.
വൃദ്ധയായ മറിയക്കുട്ടി ഒറ്റയ്ക്ക് വീട്ടിലുള്ളപ്പോഴായിരുന്നു സംഭവം. വെള്ളമെടുക്കാനായി മറിയക്കുട്ടി വീട്ടിലേക്ക് കയറിയപ്പോൾ മോഷ്ടാക്കളും വീടിനുള്ളിൽ കയറി. തുടർന്ന് കൈകൾ കെട്ടിയിട്ട് മറിയക്കുട്ടി ധരിച്ചിരുന്ന ആഭരണങ്ങൾ അപഹരിച്ചു. ഒപ്പം വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പണവും എടുത്ത ശേഷം മോഷ്ടാക്കൾ രക്ഷപ്പെട്ടു. വെള്ളം കുടിക്കാൻ ചോദിച്ചാൽ ആദ്യം വെള്ളം കുടിച്ചു, പിന്നെയും വെള്ളം വേണമെന്ന് പറഞ്ഞു. പിന്നെ വെള്ളം എടുക്കാൻ പോയപ്പോൾ അമ്മ കയറി എന്നിട്ട് എന്താ ഉണ്ടായി? മൂടി കെട്ടി. അത് കഴിഞ്ഞ് അന്നേരം തന്നെ എൻ്റെ കയ്യിലെ മോതിരമാല ഊരി പെട്ടിയല്ല കെട്ടിയിട്ടത്. അമ്മയുടെ മുഖം മൂടി കെട്ടിയായിരുന്നു. മുഖം മൂടി കെട്ടി. തുടർന്ന് മറിയക്കുട്ടി വീടിന് സമീപത്ത് തടി കയറ്റിക്കൊണ്ടിരുന്ന തൊഴിലാളികളെ വിവരമറിയിക്കുകയായിരുന്നു. സംഭവത്തിൽ രാജാക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മോഷ്ടാക്കൾ എത്തിയെന്ന് കരുതപ്പെടുന്ന ബൈക്കും പ്രദേശത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ബൈക്കിന്റെ നമ്പർ വെച്ചുള്ള അന്വേഷണത്തിലാണ് പോലീസ്. സിറ്റി വിഷൻ, രാജകുമാരി. വൈസന്മാലി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ LP വിഭാഗം കെട്ടിടത്തിന്റെ മേൽക്കൂരയോട് ചേർന്ന സീലിംഗിന്റെ ഒരു ഭാഗം അടർന്നു വീണു. ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഈ കെട്ടിടത്തിന്റെ നവീകരണ ജോലികൾ നടത്തിയത്. സീലിംഗ് അടർന്ന ആളുകളുടെ ദേഹത്ത് വീഴാഞ്ഞത് വലിയ അപകടം ഒഴിവാക്കി. ഇന്ന് രാവിലെയായിരുന്നു സംഭവം നടന്നത്. ബൈസൺവാലി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ LP വിഭാഗം കെട്ടിടത്തിന്റെ മേൽക്കൂരയോട് ചേർന്ന സീലിംഗിന്റെ ഒരു ഭാഗമാണ് അടർന്നു വീണത്. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 10 ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഈ കെട്ടിടത്തിന്റെ നവീകരണ ജോലികൾ നടത്തിയത്. ഇത്തരത്തിൽ നിർമ്മാണം നടത്തിയ സീലിംഗിന്റെ ഒരു ഭാഗമാണ് അടർന്ന് താഴേക്ക് പതിച്ചത്. സീലിംഗിന് ഇളക്കം സംഭവിച്ചത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ കുട്ടികളെ ക്ലാസ് മുറിയിൽ നിന്നും മാറ്റിയിരുന്നതായി സ്കൂൾ അധികൃതർ പറഞ്ഞു. ഇതിനുശേഷമാണ് സീലിംഗ് താഴേക്ക് വീണത്. സീലിംഗ് അടർന്ന് ആളുകളുടെ ദേഹത്ത് വീഴാത്തത് വലിയ അപകടമൊഴിവാക്കി. സംഭവത്തിൽ ആർക്കും പരിക്കുകളില്ലെന്നാണ് സ്കൂൾ PTA വിശദീകരണം. സിറ്റി വിഷൻ, അടിമാലി. ഇനി ചെറിയൊരിടവേള. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. നിങ്ങൾക്കേവർക്കും KG's ജ്വല്ലറിയുടെ ക്രിസ്മസ് ആശംസകൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. Our shops: കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. സാഹിത്യരംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച മെഡിക്കൽ ഓഫീസർക്കുള്ള കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് റിട്ടയർഡ് ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷന്റെ 2025 സംസ്ഥാനതല പ്രത്യേക പുരസ്കാരത്തിന് പള്ളിവാസൽ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ ഹയർ ഗ്രേഡ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നൌഷാദ് അർഹനായി. 28-ന് കൊല്ലത്ത് നടക്കുന്ന റിട്ടയർഡ് ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് പുരസ്കാരം ഡോക്ടർ നൌഷാദ് ഏറ്റുവാങ്ങും. പള്ളിവാസൽ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ ഹയർ ഗ്രേഡ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നൌഷാദ് തന്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഇടവേളകളിലാണ് സാഹിത്യപ്രവർത്തനത്തെ ചേർത്തു നിർത്തുന്നത്. കവിതാരചന, പൊതുജനാരോഗ്യത്തിനായുള്ള ശാസ്ത്രലേഖനങ്ങളുടെ രചന, ബോധവൽക്കരണ ക്ലാസുകൾ നയിക്കൽ എന്നിവക്കൊക്കെയായി ഔദ്യോഗിക ജീവിതത്തിനിടയിലെ ഒഴിവു സമയങ്ങളിൽ ഡോക്ടർ സമയം കണ്ടെത്തും.
സാഹിത്യരംഗത്തെ ഈ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് സാഹിത്യരംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച മെഡിക്കൽ ഓഫീസർക്കുള്ള കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് റിട്ടയേർഡ് ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷന്റെ 2025 സംസ്ഥാനതല പ്രത്യേക പുരസ്കാരത്തിന് ഡോക്ടർ നൌഷാദിനെ തിരഞ്ഞെടുത്തത്. പുരസ്കാര ലബ്ധിയിലെ സന്തോഷം ഡോക്ടർ പങ്കുവച്ചു. കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് ആയുർവേദ റിട്ടയേർഡ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ഈ 2025 നൽകുന്ന സംസ്ഥാനത്തിലുള്ളൊരു പുരസ്കാരം എനിക്ക് ലഭിക്കുകയുണ്ടായി. അതിൽ വളരെയധികം സന്തോഷം ഉണ്ട്. കവിത, അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള പൊതുജനാരോഗ്യ സംബന്ധിയായിട്ടുള്ള ലേഖനങ്ങൾ, പൊതുജനാരോഗ്യ വിഷയവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ, ഇത്തരം കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അവരിങ്ങനെ ഒരു പുരസ്കാരം എനിക്ക് നൽകുന്നത്. അവരുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന കൊല്ലത്ത് വെച്ച് ഈ 28-ാം തീയതിയാണ് അത് നൽകുന്നത്. 28-ന് കൊല്ലത്ത് നടക്കുന്ന റിട്ടയേർഡ് ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ വച്ച് പുരസ്കാരം ഡോക്ടർ നൌഷാദ് ഏറ്റുവാങ്ങും. കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഡോക്ടർ നൌഷാദ്. കോട്ടയം തലയോലപ്പറമ്പ് സ്വദേശിയെങ്കിലും നിലവിൽ അടിമാലിയിലാണ് താമസം. അടിമാലി ചില്ലിത്തോട് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ ഡോക്ടറായ സുഫാനയാണ് ഭാര്യ. വിദ്യാർത്ഥികളായ ഫർസിൻ, ഫാരിസ് എന്നിവർ മക്കളാണ്. സിറ്റി വിഷൻ മുന്നാർ. ഇനി ക്രിസ്തുമസ് കാഴ്ചകൾ. ക്രിസ്തുമസും പുതുവത്സരവും അടുത്തെത്തിയതോടെ അടിമാലിയിലും ക്രിസ്തുമസ് പുതുവത്സര വിപണി സജീവമായി കഴിഞ്ഞു. നക്ഷത്രങ്ങളും അലങ്കാര ബൾബുകളും ക്രിസ്തുമസ് ട്രീയുമൊക്കെയാണ് ഇത്തവണയും വിപണി കൈയടക്കിയിട്ടുള്ളത്. ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങൾക്ക് 2 ആഴ്ച കൂടി ശേഷിക്കെ വരും ദിവസങ്ങളിൽ കച്ചവടം കൂടുതൽ സജീവമാകുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ. ക്രിസ്തുമസും പുതുവത്സരവും പടിവാതിൽക്കലെത്തിയതോടെ വിപണിയും സജീവമായി കഴിഞ്ഞു. ന്യൂജൻ നക്ഷത്രങ്ങളോടും ന്യൂജൻ ക്രിസ്തുമസ് ട്രീയോടുമൊക്കെയാണ് ആവശ്യക്കാർക്ക് കൂടുതൽ കമ്പം. പേപ്പർ നക്ഷത്രങ്ങൾക്ക് പുറമെ ഇലക്ട്രിക് നക്ഷത്രങ്ങളും ഇലക്ട്രിക് ക്രിസ്തുമസ് ട്രീയും വിപണി കൈയടക്കിയിട്ടുണ്ട്. നക്ഷത്രങ്ങൾക്കും അലങ്കാര ബൾബുകൾക്കും ക്രിസ്തുമസ് ട്രീക്കുമാണിപ്പോൾ ആവശ്യക്കാരേറെ. വരും ദിവസങ്ങളിൽ ക്രിസ്തുമസ് പപ്പാവേഷങ്ങൾക്കും പുൽക്കൂട് നിർമ്മാണ സാമഗ്രികൾക്കും ആവശ്യക്കാരേറുമെന്നാണ് കച്ചവടക്കാരുടെ പ്രതീക്ഷ. ക്രിസ്മസ് ആഘോഷമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഡിസംബർ 1 തൊട്ട് നമ്മൾ സാധനങ്ങളെല്ലാം വന്നു തുടങ്ങി. നമ്മൾ ക്രിസ്മസിനെ ഒരുക്കാനുള്ള സാധനങ്ങളെല്ലാം കൂടി ലൈറ്റുകൾ, ട്രീകൾ, പിന്നെ പുൽക്കൂട് സെറ്റ്, മറ്റേ ക്രിബിൻ്റെ സാധനങ്ങളെല്ലാം, പിന്നെ അലങ്കരിക്കാനുള്ള സാധനങ്ങളെല്ലാം, പിന്നെ ഗിഫ്റ്റ് സെറ്റ്, അതുപോലുള്ള സാധനങ്ങളെല്ലാം വന്നു കഴിഞ്ഞു. പിന്നെ വെറൈറ്റി ആയിട്ടെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ലൈറ്റുകളുള്ള ട്രീയും സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മാലകൾ, ട്രീ ഉണ്ടാക്കാനുള്ള മാലകൾ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ഇതുപോലുള്ള ലൈറ്റുകളും കാര്യങ്ങളെല്ലാം ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. പിന്നെ വെറൈറ്റി എന്ന് പറഞ്ഞൊരു ബോളിൻ്റെ ഉള്ളിൽ ബൾബ് ഇട്ട് കഴിഞ്ഞാൽ പല രീതിയിൽ കത്തുന്ന ബോള്, അതുപോലുള്ള സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ക്രിസ്തുമസ്, ന്യൂ ഇയർ കാർഡുകൾ ഓർമ്മകളിൽ മറഞ്ഞുവെങ്കിലും പേരിനെങ്കിലും കാർഡുകൾ വ്യാപാരികൾ വിൽപ്പനശാലകളിൽ കരുതി വച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എല്ലാ വസ്തുക്കൾക്കും ഒരൽപ്പം വിലവർദ്ധവ് ക്രിസ്തുമസ് വിപണിയിൽ പ്രകടമാണ്. ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങൾക്ക് 2 ആഴ്ച കൂടി ശേഷിക്കെ വരും ദിവസങ്ങളിൽ കച്ചവടം കൂടുതൽ സജീവമാകുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ. വരും ദിവസങ്ങളിൽ കേക്ക്, കമ്പിത്തിരി, പടക്ക വിൽപ്പനകൾ കൂടി സജീവമാകുന്നതോടെ ക്രിസ്തുമസ് പുതുവത്സര വിപണി പൂർണ്ണമായി തിരക്കിലമരും. സിറ്റി വിഷൻ അടിമാലി. അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തിൽ മുൾച്ചെടികൾ പടർന്നു പിടിക്കുന്നത് സഞ്ചാരികളെ ബുദ്ധിമുട്ടിക്കുന്നു. കാട് വെട്ടിത്തെളിക്കാത്തതിനാൽ കാട് വളർന്ന പാലത്തിനുള്ളിലായി കഴിഞ്ഞു. അപകടാവസ്ഥയിലായ പാലത്തിന് സമീപത്ത് നിൽക്കുന്ന മരങ്ങൾ സഞ്ചാരികളുടെ ജീവനും ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്.
പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ അയ്യപ്പൻകോവിൽ തൂക്കുപാലം അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങളായി. ഈ അവസ്ഥയിലും തൂക്കുപാലം കാണാൻ നൂറുകണക്കിന് വിനോദസഞ്ചാരികളാണ് ഇവിടേക്ക് വരുന്നത്. തൂക്കുപാലത്തിൽ ഇപ്പോൾ മുൾച്ചെടികൾ പടർന്ന് പന്തലിച്ചു കഴിഞ്ഞു. പാലത്തിൽ കയറുന്നവർ കാട് വകഞ്ഞു വാറ്റേണ്ട അവസ്ഥയിലാണ്. മുൾച്ചെടികളിലെ മുള്ളുകൾ സഞ്ചാരികളുടെ ദേഹത്ത് തുളഞ്ഞു കയറുന്നുമുണ്ട്. ചില ചെടികൾ വിഷമുള്ള ചെടികളുമാണ്. ഈ ചെടികൾ വെട്ടിമാറ്റി സഞ്ചാരികൾക്ക് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ സൗകര്യമൊരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യമുന്നയിച്ചിട്ടും ജില്ലാ ഭരണകൂടമോ പഞ്ചായത്തോ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. കയറുന്ന പ്രവേശന കവാടത്ത് നിൽക്കുന്ന ഈ മുള്ള് ഭയങ്കര ശല്യമാണ്. യാത്രക്കാർക്ക് പോകാനും പറ്റുകയില്ല, വരാനും പറ്റുകയില്ല. അപകടമാണ്, ഭയങ്കര അപകടമാണ്. എല്ലാവരുടെയും ദേഹത്ത് കുത്തിക്കയറും. ഇതൊന്ന് വെട്ടിമാറ്റണം. അതുപോലെ തന്നെ ഈ മരത്തിൻ്റെ ഉണക്കശേഖരം അതുകൂടെ ഒന്ന് വെട്ടി മാറ്റണം. അപകടമാണത്. ഞങ്ങൾ വരുന്ന ആൾക്കാരോട് ഇവിടെ നിൽക്കരുതെന്നും പറഞ്ഞ് ഞങ്ങൾ ഒന്ന് പറഞ്ഞു വിടുക. അപകടാവസ്ഥയിലായ പാലത്തിന് സമീപം നിൽക്കുന്ന മരത്തിന്റെ ചിലകൾ ഒടിഞ്ഞു വീഴുന്നത് നിത്യസംഭവമാണ്. മരത്തിന്റെ ചിലകൾ ഉണങ്ങിയാണ് നിൽക്കുന്നത്. മരച്ചില്ല പാലത്തിലേക്കാണ് ഒടിഞ്ഞു വീഴുന്നത്. പാലത്തിൽ സഞ്ചാരികൾ കയറുന്ന സമയം മരച്ചില്ല ഒടിഞ്ഞു വീണാൽ സഞ്ചാരികളുടെ ജീവതഹാനിയുണ്ടാവും. മരങ്ങൾ വെട്ടി നീക്കണമെന്ന ആവശ്യമുയർന്നിട്ട് വർഷം പലത് കഴിഞ്ഞു. ഇനിയും നടപടിയുണ്ടായിട്ടില്ല. സിറ്റി വിഷൻ, അയ്യപ്പൻകോവിൽ. 93ാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള കിഴക്കൻ മേഖല തീർത്ഥാടന പദയാത്രയ്ക്ക് ഡിസംബർ 20-ന് ചക്കുവെള്ളം ശ്രീനാരായണ ധർമാശ്രമത്തിൽ നിന്നും തുടക്കം കുറിക്കും. പദയാത്രയ്ക്ക് മുന്നോടിയായി തീർത്ഥാടകർക്കുള്ള പീതാംബരദീക്ഷ സമർപ്പണ ചടങ്ങ് ആശ്രമത്തിൽ നടന്നു. 93ാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായി ചക്കുവെള്ളം ശ്രീനാരായണ ധർമാശ്രമം സംഘടിപ്പിക്കുന്ന കിഴക്കൻ മേഖല ശിവഗിരി തീർത്ഥാടന പദയാത്ര ഡിസംബർ 20 ശനിയാഴ്ച രാവിലെ ധർമാശ്രമത്തിൽ നിന്നും പുറപ്പെട്ട് 29-ന് ശിവഗിരിയിൽ എത്തിച്ചേരും. തുടർന്ന് 3 ദിവസങ്ങളിലായി നടക്കുന്ന ശിവഗിരി തീർത്ഥാടന ചടങ്ങുകളിലും പരിപാടികളിലും തീർത്ഥാടകർ സംബന്ധിക്കും. ആശ്രമം സെക്രട്ടറി ശ്രീമദ് ഗുരു പ്രകാശം സ്വാമികൾ പദയാത്രയ്ക്ക് നേതൃത്വം നൽകും. 20-ാം തീയതി ശനിയാഴ്ച രാവിലെ 5:30 മുതൽ ആശ്രമത്തിൽ വിശേഷാൽ പൂജാതി കർമ്മങ്ങൾ നടക്കും. തുടർന്ന് 7 മണിക്ക് SNDP യോഗം മലനാട് യൂണിയൻ ഭാരവാഹികൾ പദയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. വിവിധ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുക്കും. പദയാത്രയ്ക്ക് മുന്നോടിയായി തീർത്ഥാടകർക്കുള്ള പീതാംബര ദീക്ഷ സമർപ്പണ ചടങ്ങാണ് ആശ്രമത്തിൽ നടന്നത്. ഇതിന്റെ ഭാഗമായി പുലർച്ചെ മുതൽ ആശ്രമത്തിൽ ശാന്തിഹവനം, വിശേഷാൽ ഗുരുപൂജ, പുഷ്പാഞ്ജലി തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. തുടർന്ന് ശ്രീമദ് ഗുരുപ്രകാശം സ്വാമികൾ പദയാത്രികർക്കുള്ള ദീക്ഷാസമർപ്പണം നടത്തി. തുടർന്ന് സമൂഹ പ്രാർത്ഥനയ്ക്ക് ശേഷം സത്സംഗം, അനുമോദന യോഗം എന്നിവ നടന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കരുണാപുരം ഗ്രാമപഞ്ചായത്ത് അംഗം PS ബിനു, ചക്കുവെള്ളം ഗ്രാമപഞ്ചായത്ത് അംഗം MS പ്രദീപ് എന്നിവർക്ക് ആദരവ് നൽകി. ഈ വർഷം മുതൽ പദയാത്രയിൽ അകമ്പടി സേവിക്കുന്നതിന് ഗുരുദേവ ഋഷ വാഹനം ഉടുമ്പൻചോല ശാഖായോഗത്തിൽ നിന്നും ആശ്രമത്തിൽ സമർപ്പിച്ചു. ഋഷ വാഹനത്തിന് ആശ്രമത്തിൽ എതിരേൽപ്പ് നൽകി. ഋഷ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച ശില്പികൾക്കും ശാഖായോഗം ഭാരവാഹികൾക്കും യോഗത്തിൽ ആദരവ് നൽകി. പദയാത്രാ സമിതി ചെയർമാൻ KN തങ്കപ്പൻ, വൈസ് കൺവീനർ PN രവിലാൽ, ട്രഷറർ VK സത്യവ്രതൻ, സെക്രട്ടറി S ശരത്, സജേഷ് ശാന്തികൾ തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി വിഷൻ, കുമളി. ഹൈറേഞ്ചിൽ കാപ്പി വിളവെടുപ്പ് ആരംഭിച്ചു. വിലയുണ്ടെങ്കിലും വിളവില്ലാത്തത് കർഷകർക്കിത് കണ്ണീർ കാലമായി മാറുകയാണ്. അറബിക്കാപ്പിക്ക് 300-ഉം റോബസ്റ്റയ്ക്ക് 235-ഉമാണ് ഇപ്പോൾ ലഭിക്കുന്ന വില. റോബസ്റ്റ, അറബിക്ക കാപ്പികളാണ് ഹൈറേഞ്ചിൽ അധികമായും ഉള്ളത്. ഈ കാപ്പികൾക്ക് ന്യായവില വിപണിയിലുണ്ട്. ഉണക്ക റോബസ്റ്റ കാപ്പിക്ക് 235 രൂപ വിലയുണ്ട്. അറബിക്കാപ്പിക്ക് 300 രൂപ വരെയും വിലയുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം കാരണം വിളവെടുപ്പ് താമസിച്ചെങ്കിലും വിലയിൽ മാറ്റമില്ല. ന്യായവിലയുള്ളപ്പോൾ വിളവില്ലാത്തത് തുടർക്കഥയായി മാറുകയാണ്. തുടർച്ചയായുണ്ടായ മഴയാണ് വില്ലനായത്. പൂത്ത കാപ്പികളിൽ കാര്യമായ കുരു പിടിച്ചില്ല. കുരുവിന്റെ വലിപ്പവും കുറഞ്ഞു. ചുരുക്കം ചില കർഷകരുടെ വലിയ തോട്ടങ്ങളിൽ മാത്രമേ വലിയ അളവിൽ അറബിക്ക കാപ്പി ഉള്ളൂ. അറബിക്ക കാപ്പിയുടെ വിളവെടുപ്പ് ഇപ്പോൾ ആരംഭിച്ചു. റോബസ്റ്റ കാപ്പിയുടെ വിളവെടുപ്പ് അടുത്ത മാസം ആരംഭിച്ച് 2 മാസം നീണ്ടുനിൽക്കും. നിലവിൽ
റോബസ്റ്റ കാപ്പി കിലോഗ്രാമിന് 55 രൂപയ്ക്കും ഉണങ്ങിയത് 230 രൂപയ്ക്കും വ്യാപാരികൾ വിൽക്കുന്നു. അതുപോലെ അറബിക്ക കർഷകരിൽ നിന്ന് കിലോഗ്രാമിന് 95 രൂപയ്ക്കും ഉണങ്ങിയത് 300 രൂപയ്ക്കും വാങ്ങുന്നു. കാപ്പിയുടെ വില നിലവിൽ ഉയർന്നതിൽ കർഷകർ സന്തുഷ്ടരാണ്. ഇപ്പോൾ കാപ്പിയുടെ വിളവെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്, തുടങ്ങി വരാൻ തുടങ്ങി. ഈ വർഷം ആവറേജ് വിലയുണ്ട് 210 രൂപ മുതൽ 215 രൂപ വില തീരുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മാർക്കറ്റ് സ്റ്റഡിയായിട്ട് പോകും. ഇനി കാപ്പി വില വീഴാൻ സാധ്യതയുണ്ട്. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കാരണം കാപ്പി വിളവ് വളരെ കുറവാണെന്നും കായ്കൾ പറിച്ചെടുത്ത് ഉണക്കേണ്ട സമയത്ത് ആവശ്യത്തിന് വെയിലും മഴയും ലഭിച്ചില്ലെങ്കിൽ അത് കർഷകന് വലിയ തിരിച്ചടിയാകുമെന്നും കർഷകർ അഭിപ്രായപ്പെടുന്നു. ഇപ്പോൾ ന്യായവില ലഭിക്കുന്ന കാപ്പിക്കുരുവിന്റെ വില ഇനിയും ഉയരാനാണ് സാധ്യത. കഴിഞ്ഞ വർഷത്തേക്കാൾ വിളവ് 4-1 കർഷകർക്ക് വിളവെടുപ്പ് കാലം ദുരിതകാലമായി മാറാനാണ് സാധ്യത. സിറ്റി വിഷൻ, ഉപ്പുതര. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. ഏവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 12,270 രൂപ, പവന് 98,160 രൂപ, വെള്ളി ഗ്രാമിന് 211 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ EM അഗസ്തിയുടെ പരാജയം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസക്തി ഒട്ടും കുറയുന്നില്ലെന്നും ഇടുക്കിയിൽ കോൺഗ്രസ് വളർത്തിയ ഒരാളാണ് EM അഗസ്തിയെന്നും കട്ടപ്പന ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും കൗൺസിലറുമായി തെരഞ്ഞെടുക്കപ്പെട്ട തോമസ് വൈക്കൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ യൂത്ത് കോൺഗ്രസ് മികച്ച നേട്ടമാണ് കൊയ്തത്. അംഗത്തിനിറങ്ങിയ യൂത്ത് കോൺഗ്രസിലെ പ്രമുഖരെല്ലാം വിജയിച്ചു കയറി. മിക്ക മേഖലകളിലും ഇടതിന്റെ സിറ്റിംഗ് സീറ്റുകളാണ് യുവരക്തത്തിലൂടെ വലതുചേരിയിലെത്തിയത്. ഡിസംബറിൽ തണുത്തു വിറച്ച തെക്കിന്റെ കാശ്മീർ. ഡിസംബർ പകുതിയെത്തിയതോടെ മൂന്നാറിൽ അതിശൈത്യവും ആരംഭിച്ചു. ഇന്നലെ 3 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു മൂന്നാറിലെ താപനില. സഞ്ചാരികളുടെ വരവ് വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിൽ വിനോദസഞ്ചാര മേഖല. ഇടുക്കി രാജകുമാരിയിൽ വൃദ്ധയെ കെട്ടിയിട്ട പണവും സ്വർണവും മോഷ്ടിച്ചു. ഇടമറ്റം പാലക്കുന്നിൽ ടോമിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. ടോമിയുടെ അമ്മ മറിയക്കുട്ടി മാത്രമുള്ളപ്പോഴാണ് സംഭവം. രാജാക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.